ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പുതിയ ഫുഡാണ്. അതായത് കടച്ചക്ക കൊണ്ടുള്ള ഒരു അടയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു വേണ്ടി നന്നായി മൂത്ത ഒരു കടച്ചക്ക, അത് കറി വയ്ക്കാൻ കൊണ്ടുവന്ന കടച്ചക്കയാണ്. അത് ഒരു ദിവസം ഇരുന്നപ്പോഴേക്കും ഈ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു അത് പഴുത്ത പോലെയായി. അപ്പോൾ ആ കടച്ചക്ക കൊണ്ടുള്ള വിഭവമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കഷ്ണങ്ങളാക്കി പ്ലേറ്റിൽ വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമുക്കിത് കടച്ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളം, അതായത് അതൊന്ന് വേവാൻ പാകത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അല്പം ഉപ്പ് കൂടി അതിനകത്ത് ചേർക്കുക. അതിന് ശേഷം അത് അടച്ച് മൂടിയെടുത്ത് അടച്ച് അടപ്പത്ത് വയ്ക്കാം. ചക്ക വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ച് അതിൻ്റെ കൂഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ ഇത്തിരി വേവാണ്ടുണ്ടാവും. അതൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ഉടച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ശർക്കര ഉരുക്കിയിട്ട് ആ ശർക്കര നീരൊഴിച്ച് നല്ലോണം കൂട്ടി യോജിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഉടയില്ല. അപ്പം കൂഞ്ഞ നമ്മൾ മാറ്റി കളയണം. കൂഞ്ഞ കളയണം. അങ്ങനെ കൂഞ്ഞുള്ളതൊക്കെ പറക്കി കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഉടയ്ക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നാളികേരം ചിരകിയത് നന്നായിട്ട് അതിനകത്തിടാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി തിരുമ്മ. ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ച കാരണം അതിൽ തന്നെയാണ് ശരിയാക്കുന്നത് കേട്ടോ. കുക്കറിൽ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കും. അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ട് ചേർക്കുന്നത്. ആവശ്യത്തിന് അരിപ്പൊടി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് അമൃതം പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം, ഇനി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കാം. പാകത്തിന് അങ്ങോട്ട് കുഴയ്ക്കാം. അതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന വാഴയില എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഈ പൊടി പരത്തുക. അട പരത്തുന്നത് പോലെ പരത്തങ്ങട് പഠിച്ച മോനെ. മോളൊക്കെ പഠിച്ച അങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന അടകളാണ് ആയിരിക്കണത്. അങ്ങനെ വേവിക്കാൻ പാകത്തിൽ മടക്കി വെച്ചിരിക്കുക. ഇനി നമ്മളത് എടുത്തിട്ട് ഇതാണ് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് വെച്ചിട്ട് ഓരോന്നായിട്ട് വെച്ച് നമ്മളിതിനെ ആവി കയറ്റാൻ പോകുക. മുടിയെടുത്ത് അടച്ച് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അടച്ച് നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് ആവി കയറ്റണം വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആവി കയറ്റി ഇത് എടുക്കണം. അത് അങ്ങനെ കടച്ചക്കട വെന്തു. അവിടെ പാത്രത്തിൻ്റെ മൂടി നമ്മൾ തുറന്നു. അവിടെ നമ്മൾ നോക്കേണ്ട അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. അട നന്നായിട്ട് വെന്തു കണ്ടോ. കടച്ചക്കട റെഡി. അങ്ങനെ നമ്മുടെ അട വെന്തു കണ്ടോ. ഇനി നമുക്കത് അട എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിന്നതിന് ശേഷം ഇത് എങ്ങനെയുണ്ട് ഈ അട എന്ന് നമുക്ക് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ.
നിങ്ങളിതുവരെ ഈ അട തിന്നിട്ടുണ്ടാവില്ല. ഇതാണ് കടച്ചക്കട. വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുള്ളൂ. സൂപ്പറായിട്ട് അതിൻ്റെ ടേസ്റ്റ്. കടച്ചക്കട പ്രത്യേകം പറയാം. കടച്ചക്കട. ചക്കടയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ കടച്ചക്കട ഇത് ആദ്യമായിട്ടാവും നിങ്ങൾ കഴിക്കുന്നുണ്ടാവുക. സൂപ്പറട. അപ്പോൾ കടച്ചക്കയും കുറച്ച് ശർക്കരയും കുറച്ച് നാളികേരവും കുറച്ച് അരിപ്പൊടിയും ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ കടച്ചക്കട സൂപ്പറായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.